മലയാളം മോഡൽ എക്സാമിൻ്റെ ആൻസർ കീയാണ് ചെയ്യുന്നത്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ അത്ര വലിയ സിമ്പിൾ ആയിരുന്നു, വലിയ പ്രയാസമേറിയ ക്വസ്റ്റ്യൻ അല്ലായിരുന്നു. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദുഷ്യന്തൻ്റെ കുറവുകളായി ശകുന്തള ചൂണ്ടിക്കാട്ടുന്ന 2 സംഗതികൾ ഏറ്റെടുത്തെഴുതുക. ഏതൊക്കെയാണ്? ഇത് മലയാളം ആൻസർ കീ ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ദുഷ്യന്തൻ്റെ കുറവുകളായി ശകുന്തള ചൂണ്ടിക്കാട്ടുന്ന 2 സംഗതികൾ എടുത്തെഴുതുക. ഏതൊക്കെയാണ്? കടുകിൻ മണി മാത്രമുള്ള പരദോഷം പോലും കാണും, സാരജ്ഞനല്ല. അതാണ് ഉത്തരം വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കാക്കാരിശി പാട്ടിൻ്റെ പ്രത്യേകതയായി പറയാവുന്ന 2 എണ്ണം എടുത്തെഴുതുക. ഏതൊക്കെയാണ്? സാമൂഹിക വിമർശനം ഉള്ളടക്കമാകുന്നു, ഫലിത പരിഹാസങ്ങൾ മുന്നിട്ട് നിൽക്കുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അഗ്നിവർണ്ണൻ്റെ കാലുകൾ എന്ന നാടകത്തിന് യോജിക്കുന്ന 2 പ്രസ്താവനകൾ എഴുതുക. ഏതൊക്കെയാണ്? തനത് നാടകമാണ്, പാട്ടും കൊട്ടും ആട്ടവും ഒത്തുചേരുന്ന അഭിനയ രീതി. നാലാമത്തെ ക്വസ്റ്റ്യൻ, മോഷണം എന്ന കവിതയിലെ കേന്ദ്ര ആശയവുമായി ചേർന്ന് നിൽക്കുന്ന 2 വസ്തുതകൾ എഴുതുക. ചെറിയ തെറ്റുകളെ സമൂഹം വലിയ അപരാധമായി കാണുന്നു, കള്ളൻ സ്വയം ന്യായീകരിക്കുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പൗരാണിക സ്മരണകളുടെ പൂങ്കാവനമാണ് ബദരികാശ്രമം. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് 2 സൂചനകൾ എഴുതുക. ഏതൊക്കെയാണ്? വേദവ്യാസൻ ശിഷ്യഗണങ്ങളോടുമൊത്ത് വേദങ്ങൾ സഞ്ചയിച്ച ഇടമാണ്. ശ്രീശങ്കരൻ മാണ്ഡൂക്യകാരികയ്ക്ക് ഭാഷ്യം എഴുതിയ ഇടമാണ്. ആറാമത്തേത്, ഫീച്ചറിൻ്റെ സവിശേഷതകളായി എടുത്തു പറയാവുന്ന 2 എണ്ണം എഴുതുക. വാർത്തയുടെ രൂപം, കാലിക പ്രസക്തി. ഇതാണ് ഫീച്ചറിൻ്റെ സവിശേഷതകൾ. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെയായിരുന്നു. പിന്നെ ഇവിടെ ഒരു മാച്ച് ദി ഫോളോവിങ് പോലെയുള്ളൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. 15ാമത്തെ ചോദ്യമാണ്. ഉചിതമായവ ചേർത്തെഴുതാനാണ് തന്നേക്കുന്നത്. A, B എന്ന് പറയുന്ന 2 കോളങ്ങളുണ്ട്. അതിൽ നളചരിതം എന്താണ്? ആട്ടക്കഥയാണ്. നളചരിതം ആട്ടക്കഥയാണ്. ഹിമാലയ സാമ്രാജ്യത്തിലോ? അത് യാത്രാ വിവരണമാണ്. നൃത്തമോ? അത് നോവലാണ്. മഞ്ജുതരം ആത്മകഥയാണ്. അപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നടക്കാൻ പോകുന്ന +2 ഹ്യൂമാനിറ്റീസിൻ്റെ ഹിസ്റ്ററി എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്സിൻ്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത പാർട്ട് ഇന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതും എല്ലാവരും കാണുക.